നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോടതിക്ക് മുൻപാകെ കീഴടങ്ങുമോ? രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കെ നാടകീയ നീക്കങ്ങൾ ഉണ്ടാകുമോ? രാഹുലിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണിത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയാൻ മാറ്റി ഒരു രേഖ കൂടി ഹാജരാക്കണമെന്ന് പ്രോസിക്യൂഷനോട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആവശ്യപ്പെട്ടു. അടച്ചിട്ട മുറിയിൽ 1.25 മണിക്കൂറാണ് കോടതി വാദം കേട്ടത്. ബലാത്സംഗം ചെയ്തതിനും ഗർഭചിത്രം നടത്തിയതിനും തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. രാഹുലിനെതിരെ കൂടുതൽ പരാതിക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അതിജീവിത ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും ബലാത്സംഗം ചെയ്തു. അതിജീവിതയെ രാഹുൽ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ കൽപ്പറ്റ കോടതിയിൽ കീഴടങ്ങുമെന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. രാഹുലിനെതിരായ പുതിയ പരാതി DGP പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. മൊഴി നൽകാനുള്ള താല്പര്യം ഉണ്ടോ എന്ന് യുവതിയോട് ആരായുമെന്നാണ് സൂചന. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരനും TG സജിത്തും ചേരുന്നുണ്ട്. ആദ്യം സാരംഗിലേക്കാണ്. സാരംഗ്, 1.25 മണിക്കൂറോളം അടച്ചിട്ട മുറിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ, പ്രോസിക്യൂഷൻ അതീവ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഓരോ പരാതികളും പരാതിയിലെ ഗൗരവമേറിയ വിഷയങ്ങളും കോടതിക്ക് മുൻപാകെ ബോധിപ്പിച്ചു. എന്നാൽ ഇത് രാഷ്ട്രീയ വേട്ടയാടലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്. എപ്പോൾ വിധി ഉണ്ടാകും? എന്ത് പ്രതീക്ഷിക്കാം? ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ഒരു കേസിൽ, അതായത് ഗർഭചിത്രമടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമെന്നാണ് പ്രതിഭാഗമടക്കം കോടതിയിൽ വാദിച്ചത്. അതിനടക്കം, അതായത് ഗർഭചിത്രം നടത്തിയതിനും ഈ ശാരീരികമായി ഉപദ്രവിച്ചതിനടക്കം തെളിവുകളുണ്ട്. അതിൽ ഡോക്ടർമാരുടെ മൊഴിയടക്കം നിർണായകമാണ്. ഡോക്ടർമാർ ഇതൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ഒരു പീഡനം, അതായത് ഈ ഒരു അതിജീവിതയുമായിട്ടുള്ള ഉപദ്രവിച്ചതിനടക്കമുള്ള വീഡിയോ ദൃശ്യങ്ങളടക്കം ഇയാളുടെ കൈവശമുണ്ട്. ഈ ഒരു പ്രതി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു അവസരത്തിൽ ജാമ്യത്തിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അന്വേഷണത്തിനെയും മാത്രമല്ല തെളിവെടുപ്പിനെ അടക്കം സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു ആളാണെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ആ ഒരു വാദത്തിന് മറുവശമായി ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയായിട്ടാണ് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ, അതായത് വാദിഭാഗം ഇത്തരത്തിൽ വാദിച്ചത്. അതായത് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു ബന്ധമായിരുന്നു ഇവരുടേത്. പക്ഷേ അതിൽ ഉണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ യുവതിയെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ, അതായത് രാഷ്ട്രീയമായി ഈ ഒരു വ്യക്തിയെ തകർക്കാനുള്ളൊരു നീക്കമാണ്, ഈ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നായിരുന്നു വാദിഭാഗത്തിന്റെ അടക്കം ഒരു വാദത്തിൽ ഉണ്ടായിരുന്ന പ്രസക്ത ഭാഗങ്ങൾ. അതുമായി ബന്ധപ്പെട്ട്, അതായത് ഇതിന്റെ എല്ലാ നിയമവശങ്ങളും പഠിച്ചുകൊണ്ട് ഇത് കൃത്യമായൊരു വിധിയിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇപ്പോൾ വിധി മാറ്റിവെച്ചിരിക്കുന്നത്. എന്നത്തേക്കാണെന്നത്, അതായത് എപ്പോൾ വിധി പറയും എന്നതിൽ ഒരു കൃത്യമായ വ്യക്തത വന്നിട്ടില്ല. അതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത്, ഇതിൽ അതായത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദമായി മാറ്റുവാനുള്ള ഒരു സാഹചര്യം അടക്കമുണ്ട്. ഇതിനൊപ്പം തന്നെ ഇതിൽ, അതായത് ഈ ഒരു രണ്ട് ഭാഗങ്ങളും കൃത്യമായി വിശകലനം ചെയ്ത് മാത്രമായിരിക്കും ഒരു കോടതിയുടെ ഒരു വിധി ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. സാരംഗ്, അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് രാഷ്ട്രീയ ജീവിതം, അതായത് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാനാണ് യുവതി പരാതി നൽകിയത്. കേസിന് പിന്നിൽ CPM BJP ഗൂഢാലോചനയുണ്ട്, പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു, അങ്ങനെ തുടങ്ങിയ വാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഈ പരാതിക്കാരിയായ യുവതിക്കെതിരെ ചില നിർണായകമായിട്ടുള്ള തെളിവുകൾ കൈമാറിയിരുന്നതാണ് മനസ്സിലാക്കുന്നത്. അതായത് യുവതിയും രാഹുലും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ, മറ്റ് ചിത്രങ്ങളടക്കം നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി ഇതൊക്കെ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടാകില്ലേ? പക്ഷേ ഇതിൻ്റെ ഒരു ഗൗരവം, കാരണം ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് ഇന്നലെ വരെ നമ്മൾ കരുതിയത്, പുറത്തു വന്നത് ഒരു യുവതിയെ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചതെന്നാണ്. മറ്റൊക്കെ പല രീതിയിലുള്ള കഥകളൊക്കെ പ്രചരിച്ചിരുന്നെങ്കിൽ പോലും, പക്ഷേ ഇന്നലെ രണ്ടാമതൊരു യുവതി കൂടി പരാതി നൽകുന്നു. അതിക്രൂരമായി വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂഷണം ചെയ്തു എന്ന് പറയുന്നു. സ്വാഭാവികമായി ഇക്കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷനും ഇന്ന് കോടതിയിൽ നിരത്താൻ കഴിഞ്ഞില്ലേ?
ടോം, തീർച്ചയായും. കാരണം ഇത് വാദിഭാഗത്തിൻ്റെ വാദത്തിൽ തന്നെ വ്യക്തമാണ്. അതായത് CPM-ൻ്റെയും BJP-യുടെയും രാഷ്ട്രീയ നീക്കം, അതായത് ഈ ഒരു യുവതിയെ മുൻനിർത്തിക്കൊണ്ട് തൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമാണെന്നായിരുന്നു വാദിഭാഗത്തിൻ്റെ അടക്കം ഈ ഒരു ജാമ്യാപേക്ഷ സംബന്ധിച്ചിരുന്ന വാദത്തിൽ ഉന്നയിച്ച പ്രധാന കാര്യങ്ങൾ. ഇതൊരു ഉഭയകക്ഷി സമ്മതമുള്ള ഒരു ബന്ധമായിരുന്നു. അത് കൃത്യമായി ദുരുപയോഗം ചെയ്തുകൊണ്ട്, അതായത് ഇതൊരു തൻ്റെ വ്യക്തിമുദ്ര തകർക്കുക, അതായത് രാഷ്ട്രീയത്തിൽ തൻ്റെ ഭാവി തകർക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമായിട്ടാണ് വാദിഭാഗം ഇത് ഉന്നയിച്ചത്. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ പറയേണ്ട ഒരു വേറൊരു കാര്യം, കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു യുവതി ഇത്തരത്തിൽ ഇതേ ആരോപണവുമായി പരാതിയുമായി കോൺഗ്രസ് നേതൃത്വത്തിനെ സമീപിച്ചത്. ആ പരാതി ഇപ്പോൾ പോലീസിന്റെ കൈവശം, അതായത് DGP-യുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ പോലും ഇത് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു പരാതിയായിട്ട് തന്നെ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ച് നിൽക്കുന്നുണ്ട്. ഇതടക്കം കോടതിയുടെ പരിഗണനയിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു യുവതി മാത്രമല്ല, മറ്റു പലരും ഇത്തരത്തിലുള്ള ഒരു പീഡനത്തിന് ഇരയായിട്ടുണ്ട്, ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. അതിൽ കൃത്യമായ തെളിവുകൾ അടക്കം ഹാജരാക്കിയിട്ടുണ്ട് അന്വേഷണ സംഘം അടക്കം. ഇതിൽ രാഹുലിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ തെളിവുകൾ, അതായത് ഇവർ തമ്മിലുള്ള ചാറ്റ് ഉൾപ്പെടെയുള്ള സംഭാഷണങ്ങളും മറ്റുമുള്ള ഇലക്ട്രോണിക് തെളിവുകൾ ഇപ്പോൾ കോടതിയുടെ മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള ബന്ധം ഒരു ഉഭയകക്ഷി സമ്മതമുള്ള ഒരു ബന്ധമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തെളിവുകളാണ് ഇപ്പോൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുള്ളത്. ഇതിൽ വേറൊരു കാര്യം, ഈ ഒരു ഉഭയകക്ഷി സമ്മത പ്രകാരം ആണെങ്കിൽ പോലും ഈ ഒരു ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ കുറ്റമാണ്. മാത്രമല്ല ബലാത്സംഗം ചെയ്തു, ഇതിനൊപ്പം തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നടക്കമുള്ള പരാതി ഈ ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന തെളിവുകളും പോലീസ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അത്ര എളുപ്പമല്ല എന്ന കാര്യം തീർച്ചയാണ്. കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഭാഗങ്ങളും കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് ഈ ഒരു നിയമവശം എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിൽ കൃത്യമായൊരു തീരുമാനം ഉണ്ടാവുക. കാരണം ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അന്വേഷണത്തിലും മാത്രമല്ല തെളിവ് ശേഖരിക്കുന്നതിലടക്കം കൃത്യമായി ഇടപെടൽ നടത്താനുള്ള സ്വാധീനമുണ്ട്. ഈ ഒരു സൈബർ അറ്റാക്കിൽ തന്നെ അത് വ്യക്തമായിരുന്നു. കാരണം രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് കൃത്യമായ ഒരു ശക്തി, അല്ലെങ്കിൽ ഒരു പ്രവർത്തകരുടെ ഒരു പിൻബലം രാഹുലിന് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. ആ ഒരു സാഹചര്യത്തിൽ രാഹുലിന് ജാമ്യം ലഭിക്കുകയും വീണ്ടും പൊതുമണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു അന്വേഷണത്തിന് പ്രതികൂലമായി അത് ബാധിക്കുമെന്നായിരുന്നു ഈ ഒരു പ്രോസിക്യൂഷന്റെ വാദം പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ കോടതിയുടെ നിരീക്ഷണം, അതായത് കോടതി കൃത്യമായ ഒരു വിശകലനത്തിന് ശേഷമായിരിക്കും ഇതിൽ വിധി പറയുക കേട്ടോ. വ്യക്തമാണ്. രാഹുലിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ കേസ്. ഇന്നത്തെ ദിവസം യുവതി പരാതി നൽകി 7 ദിവസവും കഴിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നു. ഇനി എന്തായിരിക്കും ഈ കേസിൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്ന നടപടി? TG സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, കോടതിയിൽ നിന്ന് ഏതെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി പോലും തകരാം. അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം, MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങാം. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വയനാട്ടിൽ കൽപ്പറ്റയിലെ കോടതിയിൽ കീഴടങ്ങുമെന്ന ചില അഭ്യൂഹങ്ങളുണ്ട്. ഒരുപക്ഷെ അത് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ മാത്രമേ ആയിരിക്കുമുള്ളൂ ഈ രീതിയിലുള്ളൊരു നടപടി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനുള്ള സാധ്യതയുള്ളൂ. ടോം സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഒളിവ് ജീവിതം ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുമെന്ന പൊതുപ്രതീക്ഷയാണ് ഉള്ളത്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കോടതിയിൽ നിന്ന് അനുകൂലമോ പ്രതികൂലവുമായ തീരുമാനമുണ്ടായാൽ ഇക്കാര്യത്തിൽ സ്വാഭാവിക തീരുമാനമുണ്ടാകും. ഒന്ന്, പ്രതികൂല തീരുമാനമാണെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ അറസ്റ്റിന് വഴങ്ങേണ്ടി വരും, അല്ലെങ്കിൽ കീഴടങ്ങേണ്ടി വരും. അതല്ല, കോടതിയിൽ നിന്നും അനുകൂലമായ തീരുമാനമാണ്, അതായത് ജാമ്യം കിട്ടും എന്നൊരവസ്ഥയാണെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങി വരും. ഈ ജാമ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ തന്നെ അന്വേഷണവുമായി പൂർണ്ണ എന്ന ഉറപ്പായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ വരേണ്ടി വരും. എന്തായാലും ഇതിൽ ഈ ഒളിവ് ജീവിതത്തിൽ ഒരു അവസാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ കോടതിയിൽ ഈ തീരുമാനം പറഞ്ഞിട്ടില്ല, തീരുമാനം മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് ആ തീരുമാനം വൈകുമോ, രാഹുൽ ഇന്ന് തന്നെ പുറത്തു വരുമോ എന്നതിൽ ചില അവ്യക്തതകൾ അവശേഷിക്കുന്നുമുണ്ട്. ഇതാണ് ഇതുവരെയുള്ള സാഹചര്യം. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ചില വിവരങ്ങളനുസരിച്ച് കർണാടകയിലുണ്ടായിരുന്ന രാഹുൽ കേരളത്തിലേക്ക് യാത്ര പുറപ്പെട്ടുവെന്നും അദ്ദേഹത്തിനോടൊപ്പം പ്രത്യേക അന്വേഷണ സംഘമുണ്ടെന്നും കോടതിയിൽ ഹാജരാവുമെങ്കിൽ അതിനു മുമ്പ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം, ഇങ്ങനെ ചില അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. എന്തായാലും രാഹുൽ ഇന്നലെ കർണാടകയിൽ ബാംഗ്ലൂരുവിൽ ഉണ്ടായിരുന്നു എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. നിരന്തരമായി കാറുകൾ മാറ്റി സഞ്ചരിക്കുന്നു, ടെലിഫോണിൽ അദ്ദേഹത്തെ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഇതിനെ മറികടന്നുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഒളിവ് ജീവിതത്തിന് ഇന്നൊരു അവസാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് കേന്ദ്രങ്ങളും
ആ ചില സൂചനകൾ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നടപടി കോൺഗ്രസിൻ്റെ പുതിയ ചില നടപടി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആ തീരുമാനം ഉണ്ടാവുമെന്ന് കരുതാം. എന്തായാലും കോടതിയുടെ തീരുമാനം എന്നതിൽ ചില അവ്യക്തതകളുണ്ട്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം ജാമ്യ ഹർജിയിൽ തീരുമാനമുണ്ടാകുമോ അതല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണോ? ഇക്കാര്യത്തിൽ ചില അവ്യക്തതകൾ അവശേഷിക്കുന്നു. അതിൽ തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട്. രാഹുലിൻ്റെ ഒളിവ് ജീവിതം ഇന്ന് അവസാനിക്കുമോ എന്ന ആകാംക്ഷയുയർത്തുന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. തീർച്ചയായും സജിത്ത്, അതോടൊപ്പം നമുക്കറിയാം ഈ ലൈംഗിക ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുക്കുന്നത്. പക്ഷേ ഒരു യുവതി പോലും പരാതിയുമായി മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ച് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക അത്ര പ്രയാസമുള്ള കാര്യമായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് നമുക്കറിയാം 7 ദിവസം മുൻപ് യുവതി, തിരുവനന്തപുരം സ്വദേശിനിയായ യുവതി പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് അതിവേഗത്തിലുള്ള നീക്കം നടത്തുന്നു. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നു. ഇപ്പോൾ ഇന്നലെ ബംഗളൂരുവിൽ താമസിക്കുന്ന ഒരു യുവതി കൂടി പരാതി നൽകിയിരിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പെൺകുട്ടികളെ, യുവതികളെ ലൈംഗിക ചൂഷണത്തിന് ഇരകളാക്കിയിരുന്നു എന്ന ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പരാതി. പക്ഷേ ഇതുവരെയും ആ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് DGP ആ പരാതി കൈമാറിയിട്ടുണ്ട്. മൊഴി നൽകാനുള്ള താല്പര്യം ഉണ്ടോ എന്ന് യുവതിയോട് ആരായുമെന്നാണ് മനസ്സിലാക്കുന്നത്. മൊഴി നൽകാൻ യുവതി തയ്യാറായില്ലെങ്കിൽ, അതായത് പരാതി നൽകാൻ ഔദ്യോഗികമായി പോലീസിന് പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ ഒരു കേസും മറ്റു നടപടികളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? അത് നിയമപരമായ ഒരു പ്രതിസന്ധി തന്നെയാണ് ടോം ഇക്കാര്യത്തിൽ. കാരണം ഇപ്പോൾ ഇന്നലെ ഈ പുറത്തു വന്ന യുവതിയുടെ പരാതി യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളുടെ തുടക്കകാലത്ത് തന്നെ ഉയർന്ന ഒരു ആക്ഷേപമാണ്. അന്ന് തന്നെ അന്വേഷണ സംഘം ഈ യുവതിയുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അവർ നിയമനീക്കത്തിന് തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെയും അവർ പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകിയത് പാർട്ടി നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. മറിച്ച് അവർ നിയമനീക്കത്തിന് തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ യുവതിക്ക് മേൽ അന്വേഷണ സംഘം ബന്ധപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും കോൺഗ്രസിന് ലഭിച്ച പരാതിയാണ് ഇന്നലെ DGPക്ക് കൈമാറിയത്. ഇത്തരം പരാതികളെല്ലാം കൈമാറണം, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണമെന്ന സ്വാഭാവിക നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ ഭാഗമായി കൂടിയാണ് കോൺഗ്രസിൻ്റെ നീക്കമുണ്ടായിരിക്കുന്നത്. പക്ഷേ അതിനുമപ്പുറം കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണ്. കാരണം ഈ നടപടിയിൽ പാർട്ടി നടപടിക്കപ്പുറം അതിൽ അന്വേഷണ ഏജൻസികൾ നടപടിയെടുക്കട്ടെ എന്ന നിലപാടെടുത്തുകൊണ്ട് പോലീസിലേക്ക് അത് കൈമാറുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. തങ്ങൾ അതിൽ കക്ഷിയല്ല എന്ന് വാദിക്കാനാണ് കോൺഗ്രസ് ഈ പരാതി കൈമാറുന്നതിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ അത് പോരാ, കോൺഗ്രസിന് നടപടിയെടുക്കേണ്ടി വരും. ആ നടപടി തീരുമാനമാണ് ഇന്ന് ഉണ്ടാവുന്നത്. എന്തായാലും യുവതിയുടെ ഈ പുതിയ പരാതിയിൽ എന്ത് നടപടി എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ ഇന്ന് അടച്ചിട്ട മുറിയിൽ നടന്ന ഈ ജാമ്യ ഹർജിയിലെ വാദത്തിൽ ഇക്കാര്യങ്ങളും പരിഗണിക്കപ്പെട്ടിരുന്നോ, ഇക്കാര്യങ്ങളും പരാമർശിക്കപ്പെട്ടിരുന്നോ എന്നതും പ്രസക്തമായ കാര്യമാണ്. കാരണം ഇത് പരാതി എന്നതൊരു അഭ്യൂഹമല്ല. DGPക്ക് മുന്നിൽ ഇപ്പോൾ പരാതിയുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയുടെ പരിഗണനയിലേക്ക് എത്തിയിരിക്കുന്ന ഈ പരാതിയിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മറ്റൊരു കേസിലെ പരിഗണന, ജാമ്യഹർജി പരിഗണിക്കുമ്പോൾ അത് പ്രോസിക്യൂഷൻ പരാമർശിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. കാരണം നിരന്തരമായി സ്ഥിരം കുറ്റവാളിയായ വ്യക്തിയാണ്, ഇത്തരം ഇടപെടലുകൾ നടത്തുന്ന വ്യക്തിയാണ് എന്ന വാദം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുമ്പോൾ അവർക്ക് ഉന്നയിക്കാൻ കഴിയുന്ന ഒരു തുമ്പ് കൂടിയാണ് ഈ പുതിയ പരാതി. അതുകൊണ്ട് സ്വാഭാവികമായും ആ പരാതിയുടെ വശങ്ങൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ആ യുവതി ഇനി നടത്താൻ പോകുന്ന നീക്കം എന്താണെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യഘട്ടത്തിൽ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല അവർ. എന്നാൽ പുതിയതായി വീണ്ടും പാർട്ടി നേതൃത്വത്തിന് ഒരു കത്ത് നൽകിയ സാഹചര്യത്തിൽ വീണ്ടും അത് നിയമപരമായി അവർ ഉന്നയിക്കുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അന്വേഷണ ഏജൻസികളും ആ ഒരു സാധ്യതകളിലേക്ക് നീങ്ങുന്നു എന്ന് വേണം നമുക്ക് കരുതാം. വ്യക്തമാണ്, നിർണായക മണിക്കൂറുകളാണിത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. വിധി പറയാൻ കോടതി കേസ് മാറ്റിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. രാഹുൽ ഈശ്വറിനെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് കസ്റ്റഡി. പോലീസ് കോടതിയിൽ കള്ളം പറഞ്ഞുവെന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. വൈദ്യപരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു പ്രതികരണം. രാഹുൽ ഈശ്വർ നിരാഹാരം തുടരുമെന്ന് ഭാര്യ ദീപയും പറഞ്ഞു. കോടതിയില് പോലീസ് ആക്ച്വലി ഇന്ന് കസ്റ്റഡി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഹാജരാക്കിയത്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡി എല്ലാ ഡിവൈസസ് എല്ലാം പരിശോധിക്കാനും ഓഫീസൊക്കെ പരിശോധിക്കാനും എന്നൊക്കെയാണ് പറഞ്ഞു ചോദിച്ചത്. അപ്പം നമ്മൾ ആർഗ്യൂ ചെയ്തതെന്ന് വെച്ചാൽ അതിന് 3 ദിവസത്തിന്റെ ആവശ്യമില്ല എന്നൊരു ആർഗ്യുമെന്റ് വെച്ചിട്ട് നമ്മൾ 3 days കസ്റ്റഡി ആവശ്യമില്ല എന്ന് പറഞ്ഞു.
ആൻഡ് അവർ പറയുന്നത് ഇനി പബ്ലിഷ് ചെയ്യാത്ത വീഡിയോസ് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാനൊക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല അതൊന്നും വാലിഡ് ആണെന്ന്. എന്തായാലും രണ്ട് ദിവസമായി വെള്ളമില്ല, ആഹാരമില്ല. വെൽസ് കമ്മീഷന് വേണ്ടിയാണ്. 2 ദിവസമായി വെള്ളമില്ല, ആഹാരമില്ല. വെൽസ് കമ്മീഷന് വേണ്ടി മാത്രമല്ല പോലീസ് കോടതിയിൽ കള്ളം പറയും. എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് കോടതിയിൽ കള്ളം പറയും. കോടതിയിൽ കള്ളം പറയുന്ന തെറ്റല്ല. ഇങ്ങനൊരു സാധനം ഇല്ലേ? അപ്പൊ അങ്ങനത്തെ വിശ്വാസമൊന്നും ഇല്ലേ നാട്ടിലിപ്പോ? കോടതിയിൽ കള്ളം പറയുന്നു. പോലീസ് കോടതിയിൽ എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് കോടതിയിൽ കള്ളം പറഞ്ഞു. എന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ആ പെൺകുട്ടിയുടെ ചിത്രം ഷെയർ ചെയ്തു. ആ പെൺകുട്ടിയുടെ ചിത്രം ഞാൻ ഷെയർ ചെയ്തേ ഇല്ല. 1-ാം പ്രതിയാണ് ഷെയർ ചെയ്തത്. ഇത് എനിക്ക് മീഡിയയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കും? ഗവൺമെന്റും പ്രോസിക്യൂഷനും പോലീസും കൂടെ കള്ളം പറയാൻ തീരുമാനിച്ചാൽ നിങ്ങളല്ലേ ചെക്സ് ആൻഡ് ബാലൻസ് ആയിരിക്കുന്നത്? ഔട്ട്റൈറ്റ് കള്ളങ്ങൾ, പച്ച കള്ളങ്ങളാണ് പറയുന്നത്. അത് മീഡിയ ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കും? രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് ഉന്നയിച്ച ആരോപണങ്ങളൊന്നും നിലനിൽക്കില്ലെന്ന് അഭിഭാഷകൻ അലക്സ് കെ ജോൺ പ്രതികരിച്ചു. 3 ദിവസത്തെ അദ്ദേഹത്തിന് ഇവിടെ ഒരു വീടും ഓഫീസും മാത്രമേ ഉള്ളൂ. ഈ ഓഫീസിൽ പോകുന്നതിന് 1/2 ദിവസത്തെ കാര്യം പോലും ഇല്ല. അവിടെ പോകുന്നതിന് ഈ 3 ദിവസത്തെ കാര്യം എന്താണെന്ന് ഞാൻ കോടതി തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്യും. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. പിന്നെ സ്പെസിഫിക് ആയിട്ട് ഈ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും. അത് വളരെ നിഗൂഢമായ രീതിയിലാണ് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞ് എൻ്റെ ഒബ്ജക്ഷൻ കൺസിഡർ ചെയ്ത് ഇത് 1 ദിവസത്തെ ഞങ്ങൾ സഹകരിക്കാം, അതിൽ കൂടുതൽ അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾ അപേക്ഷിച്ചു. കോടതി അത് 2 പേരുടെയും വാദം കേട്ടതിന് ശേഷം ഇത് നാളെ വൈകുന്നേരത്തേക്ക്, അതായത് നാളെ 5 മണിക്ക് വരെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെക്കുവാൻ അധികാരം കൊടുത്തു. ചോദ്യം ചെയ്യുന്ന വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഞാനിത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമയമെടുത്ത് ഞാൻ ഈ വീഡിയോസ് എല്ലാം കണ്ടു. അതിനകത്ത് സെക്ഷലി മാർക്ക്ഡ് റിമാർക്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ മോശകരമായ പദപ്രയോഗങ്ങളാണ് നടത്തേണ്ടത്. അദ്ദേഹം അങ്ങനെ നടത്തിയിട്ടില്ല. അത് വ്യക്തമായിട്ട് അത് കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അതെല്ലാം നമുക്ക് തെളിവായിട്ട് അന്നേരം ഈ അറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് യൂട്യൂബിലെ ഈ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നവർക്ക് ഒരു താക്കീത് നൽകാൻ വേണ്ടി ഇദ്ദേഹത്തെ ബലിയാടാക്കിയിരിക്കുകയാണ്. ആരെയാ? ഈ രാഹുൽ ഈശ്വറിന്. ഇദ്ദേഹം ഓർത്തോണം, ഇത് 5-ാം പ്രതിയാണെന്ന് ഓർത്തോണം. ബാക്കിയുള്ള എല്ലാവരും പബ്ലിക് ഡൊമൈനിൽ ഉണ്ട്. അവരെ ഒന്നും പോയി പിടിക്കണ്ട, ഇദ്ദേഹത്തെ മാത്രം പിടിച്ചാൽ എന്താണ് എന്റെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാകുന്നില്ല. കൂടുതൽ ജാമ്യാപേക്ഷ ഇനിയിപ്പോൾ എങ്ങനെ സമർപ്പിക്കാനാണ്? അത് ഇന്ന് ടുഡേ മൂവിംഗ് ആണ്. 3 മണിയാകുമ്പോൾ ഇന്ന് ഞാൻ ക്ലർക്കിനോട് പറഞ്ഞിട്ടുണ്ട്. ടുഡേ മൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഓൺലൈൻ ചെയ്യണം. ടുഡേ 3 മണിയാകുമ്പോൾ വിളിക്കുമ്പം കോടതി അടുത്ത ദിവസത്തേക്ക് റിപ്പോർട്ടിന് വെക്കും. ചിലപ്പം വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ വെക്കും. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, അസാധാരണമായ നടപടിയാണ് ഈ കേസിൽ ഉണ്ടാവുന്നത്. അതായത് യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു, ചാനൽ ചർച്ചകൾ വഴി അധിക്ഷേപിച്ചു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യങ്ങൾ രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അതായത് രാഹുൽ ഈശ്വറിൻ്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ അടക്കം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്? 2 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്, കസ്റ്റഡിയിൽ രാഹുൽ ഈശ്വറിനെ വാങ്ങിയിരിക്കുന്നത്. കാരണം ഈ കേസിൽ ഗൂഢാലോചനയുണ്ട്. ഈ യുവതിയെ അധിക്ഷേപിക്കുന്ന കാര്യത്തിൽ ചിത്രം പുറത്തുവിട്ടതിൽ, അതായത് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിലടക്കം ഗൂഢാലോചനയുണ്ട് എന്നാണ് നേരത്തെ പോലീസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇത് കണ്ടെത്താൻ വേണ്ടി ആയിരിക്കുമോ ഈ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്? ടോം, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലും പിന്നെ ഈ ഒരു വീട്ടിൽ നിന്നുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം പിടിച്ചെടുത്തിരുന്നു. ഈ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ പരമാവധി തെളിവുകളെല്ലാം ശേഖരിച്ചു എന്നാണ് പ്രതിഭാഗമടക്കം ഉന്നയിക്കുന്നത്. ഇതിൽ കൃത്യമായി പറയുകയാണെങ്കിൽ 3 ദിവസമാണ് ഇവർ കസ്റ്റഡി അപേക്ഷ നൽകിയത്. പക്ഷേ തിരുവനന്തപുരത്ത് തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ വീടും ഓഫീസും എല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുന്നതിന്റെ ഔചിത്യം കോടതി തന്നെ ആരായുകയായിരുന്നു. പിന്നീട് പ്രതിഭാഗവും ഈ വിഷയത്തിൽ ഇത്തരത്തിൽ അത്
നിഷേധിക്കുകയായിരുന്നു. അതിന് അനുമതി നൽകരുത് എന്ന തരത്തിലേക്കായിരുന്നു അവരുടെ വാദം. അത്തരത്തിലാണ് ഇപ്പോൾ നാളെ വൈകിട്ട് 5 മണി വരെ ഇപ്പോൾ ഈ ഒരു കസ്റ്റഡി അപേക്ഷ, അതായത് കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. പോലീസ് പ്രധാനമായും ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല കൂടുതൽ ഇലക്ട്രോണിക് തെളിവുകളടക്കം പ്രതിയിൽ നിന്നും കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് കോടതി അറിയിച്ചത്. ഈ ഒരു രാഹുൽ ഈശ്വറിന്റെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് അടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. പക്ഷേ കൂടുതൽ തെളിവുകളുണ്ടെന്നാണ് പോലീസ് കോടതിയിൽ അറിയിച്ചത്. ഇതേ സമയത്ത് തന്നെ കോടതിയെ അറിയിച്ചത് പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ യാതൊരുവിധ, അതായത് സെക്ഷലി റിമാർക്കബിൾ ആയിട്ടുള്ള യാതൊരുവിധ അധിക്ഷേപവും നടത്തിയിട്ടില്ല. പെൺകുട്ടിയെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള യാതൊരുവിധ അഭിപ്രായ പ്രകടനങ്ങളോ കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല രാഹുലിന്റെ ഭാഗത്തു നിന്നും. തികച്ചും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് യൂട്യൂബ് വഴി അറിയിച്ചത് എന്നാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. മാത്രമല്ല 5ാം പ്രതിയാണ് വക്കീൽ ഉന്നയിച്ച കാര്യം തന്നെ വ്യക്തമാണ്. കാരണം 5ാം പ്രതിയാണ്. മറ്റു പ്രതികളിലേക്ക് കാര്യമായ അന്വേഷണം ചെന്നെത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു നീക്കമായിട്ടാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. ഇന്ന് ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകാൻ നിൽക്കുന്നതിനിടയിലായിരുന്നു ഈ ഒരു പോലീസിന്റെ മറ്റൊരു നീക്കം. അതായത് ഈ ഒരു കസ്റ്റഡി അപേക്ഷ നൽകിക്കൊണ്ട് പെട്ടെന്ന് തന്നെ 3 ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷ സ്വീകരിച്ചത്, അതായത് കോടതിയുടെ മുൻപാകെ എത്തിയത്. ഇനി വീണ്ടും ഈ ഒരു അന്വേഷണ സംഘവുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. മാത്രമല്ല ഇപ്പോൾ രാഹുൽ ഈശ്വർ ഈ നിരാഹാരവുമായി ബന്ധപ്പെട്ട്, അതായത് ഭക്ഷണവും വെള്ളവും കഴിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള പ്രതിസന്ധിയും പോലീസ് നേരിടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു തെളിവെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഡിജിറ്റൽ തെളിവുകളാണ് പോലീസ് കാര്യമായി അന്വേഷിക്കുന്നത്. അതായത് പബ്ലിഷ് ചെയ്യാത്ത യൂട്യൂബ് വീഡിയോകൾ, അതായത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം പബ്ലിഷ് ചെയ്യാതെ ഇരിക്കുന്ന കുറേ വീഡിയോകളുണ്ട്. ആ വീഡിയോകൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഒരു രാഹുൽ ഈശ്വറിന്റെ വൈദ്യപരിശോധനയിലും ഒപ്പം തന്നെ രാഹുലിനെ പല AR ക്യാമ്പിലേക്ക് അടക്കം എത്തിക്കുന്ന സമയത്ത് മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ടുള്ള യാതൊരുവിധ വീഡിയോകളും അത്തരത്തിലുള്ള പ്രസ്താവനകളും ഇറക്കരുത് എന്ന് പോലീസ് പറയുന്നു. പക്ഷേ അത് ഞാൻ ചെയ്യുമെന്നടക്കമുള്ള ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു. അതടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു തുടക്കത്തിൽ തന്നെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ജാമ്യാപേക്ഷ ഈ ഒരു കോടതി തള്ളിയത്. അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇയാൾ വെളിപ്പെടുത്തലുകൾ, അതായത് അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്താനുള്ള സാധ്യതയുണ്ടെന്നടക്കമായിരുന്നു ഈ ഒരു പോലീസ് കോടതിയെ അറിയിച്ചത്. അങ്ങനെയാണ് ഈ ഒരു 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതും ഇപ്പോൾ ഈ ഒരു നാളെ 5 മണി വരെയുള്ള സമയത്തേക്ക് പോലീസ് കസ്റ്റഡിയിലേക്ക് വിടുകയും ചെയ്തത്. പക്ഷേ ഇത് നിയമപരമായി തന്നെ നേരിടുമെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വക്കീലടക്കം പ്രതികരിച്ചത്. ഇതിൽ കൃത്യമായി കോടതിയെ ധരിപ്പിക്കും ഇങ്ങനെയുള്ളൊരു തരത്തിലുള്ളൊരു. തീർച്ചയായും അതോടൊപ്പം സാരംഗ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ യുവതിയെ, പരാതിക്കാരിയെ പൊതുവിടത്തില് സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ പോലീസിന്റെ നടപടി ഉണ്ടാകുന്നുണ്ട്. രാഹുൽ ഈശ്വറിനെ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ്, KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അങ്ങനെ കൂടുതൽ പേർക്കെതിരെ കേസെടുത്തെങ്കിൽ പോലും ഇതുവരെയും മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിട്ടില്ല. എന്താണ് ഈ വിഷയത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം? അതായത് ഈ രാഹുൽ ഈശ്വർ എന്ന ഒരു വ്യക്തി നടത്തുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഈ ഒരു വെളിപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന പല കാര്യങ്ങളും സമൂഹത്തിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മറ്റ് പ്രതികളിലേക്കാൾ കൂടുതൽ സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുമണ്ഡലത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല മറ്റ് പ്രതികളെ സന്ദീപ് വാര്യർ ഒഴിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നടത്തിയ വെളിപ്പെടുത്തലിൽ അധികം സമൂഹത്തിൽ അത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ രാഹുൽ ഈശ്വർ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിലും മറ്റും സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രതികരിക്കുകയും മറ്റും ചെയ്തിരുന്നു. അതാണ് ഒരു തരത്തിൽ പോലീസ് ആദ്യം തന്നെ രാഹുൽ ഈശ്വറിലേക്ക് എത്താനുള്ളൊരു കാരണം. മറ്റുള്ള പ്രതികളെയും പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണെന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ കർശനമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത് രാഹുൽ ഈശ്വറിനെതിരെയാണ്. രാഹുൽ ഈശ്വർ കൃത്യമായി ഈ ഒരു ആഹ്വാനം നടത്തി, അതായത് ഈ ഒരു അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. പൊതുമണ്ഡലത്തിൽ അതിജീവിതയെ അപമാനിച്ചു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പോലീസിന്റെ ഇടപെടൽ വളരെ കർശനമായിരുന്നു. അതായത് ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഉടൻ തന്നെ തെളിവുകളടക്കം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. പോലീസ് പ്രധാനമായും കണ്ടെത്തിയ ഈ ഒരു ലാപ്ടോപ്പിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം രാഹുൽ ഈശ്വറിനെതിരെ കോടതിയിൽ ഹാജരാക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഇതിൽ വ്യക്തമാണ് രാഹുൽ ഈശ്വറിനെയാണ് കൃത്യമായി പോലീസ് കർശനമായ നടപടികളിലൂടെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതിയിൽ എത്തിക്കുകയും അടക്കം ചെയ്തത്. പക്ഷേ മറ്റുള്ള പ്രതികളിലേക്ക് അത്ര കണ്ട് കാര്യമായി എത്തിയിട്ടില്ല എന്ന കാര്യം തീർച്ചയാണ്. പക്ഷേ അധികം വൈകാതെ തന്നെ ഇവർ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ ഇവർക്കെതിരെയും കൃത്യമായി നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊഴികെ തന്നെ മറ്റുള്ള തരത്തിൽ, അതായത് ഈ ഒരു അതിജീവിതയെ അപമാനിച്ചും ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള വെളിപ്പെടുത്തൽ നടത്തിയ പല സമൂഹ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തവർക്ക് അടക്കം കൃത്യമായ പോലീസിന്റെ നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ വിദ്യാർത്ഥിക്ക് വെടിയുണ്ട കളഞ്ഞു കിട്ടിയതിൽ പോലീസ് അന്വേഷണം. വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴയിൽ വിദ്യാർത്ഥിക്ക് വെടിയുണ്ട കളഞ്ഞു കിട്ടിയതിൽ പോലീസ് അന്വേഷണം. കാർത്തികപ്പള്ളിയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് വടിയിൽ നിന്ന് വെടിയുണ്ട കിട്ടിയത്. വിദ്യാർത്ഥിയും രക്ഷിതാവും പോലീസിൽ വെടിയുണ്ടകൾ ഹാജരാക്കി. കൈത്തോക്കിന്റെ ഉണ്ടയാണെന്ന് സംശയമുണ്ട്. വെടിയുണ്ട വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ആദ്യഘട്ടത്തിലൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. അതായത് ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്നും വെടിയുണ്ട കണ്ടെടുക്കുന്നു, പക്ഷെ എന്നായിരുന്നു വാർത്ത വന്നത്. പക്ഷെ അതിനുശേഷമാണ് മനസ്സിലാക്കുന്നത് ഈ വെടിയുണ്ട രക്ഷിതാവും വിദ്യാർത്ഥിയും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നു. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ടോമെ, കഴിഞ്ഞ 29-നാണ് കരിയിലക്കുളങ്ങരയിലെ സ്കൂളിൽ നിന്നും ഇത്തരത്തിൽ വെടിയുണ്ട ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. കുട്ടി ലഹരി ഉപയോഗത്തെ തുടർന്ന് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരിശോധനകൾ സ്കൂളിൽ സാധാരണഗതിയിൽ നടക്കാറുള്ള ബാഗ് പരിശോധനയ്ക്കിടയിലാണ് അധ്യാപകരുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് ഇത്തരത്തിൽ 2 വെടിയുണ്ടകൾ കണ്ടെത്താൻ കഴിഞ്ഞത്. തുടർന്ന് രക്ഷകർത്താക്കളെ വിളിപ്പിച്ച് അധ്യാപകർ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞത് താൻ പഠിക്കുന്ന ട്യൂഷൻ സെന്ററിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ഇത് കിട്ടി, അവിടെ മണ്ണിൽ നിന്ന് ഇത് ലഭ്യമായി എന്നുള്ള വിവരമാണ് കുട്ടി പങ്കുവച്ചത്. തുടർന്ന് സ്കൂൾ അധികൃതരുടെ കൂടെ നിർദ്ദേശാനുസരണം കരിയിലക്കുളങ്ങര പോലീസിനെ ഈ കുട്ടിയും രക്ഷകർത്താവും ചേർന്ന് ആ പോലീസ് സ്റ്റേഷനിലെത്തി വെടിയുണ്ടകൾ കൈമാറുകയായിരുന്നു. ഇതിപ്പോ വിദഗ്ധ പരിശോധനക്കായി അയക്കുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇത് എങ്ങനെ അവിടെ എത്തി എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ തേടുന്നുണ്ട്. മിലിറ്ററി ഇന്റലിജൻസ് അടക്കം ഈ വിഷയങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ കുട്ടിക്ക് ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ ഇതിന്റെ വിദഗ്ധമായ പരിശോധനകൾ ആവശ്യമുണ്ട്. ഏത് തോക്കിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള, അതായത് കൈത്തോക്കിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വെടിയുണ്ടകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും അതിന് ഒരു എക്സ്പെർട്ടിന്റെ ഒപ്പീനിയൻ ആവശ്യമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇതെങ്ങനെ അവിടെ ഉണ്ടായി, അവിടെ എത്തി, ഈ കാർത്തികപ്പള്ളിയിൽ ഇതെങ്ങനെ എത്തി എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പരിശോധനകളും മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും കുട്ടിയുടെ ബാഗിൽ നിന്നാണ് ഇത് ലഭ്യമായിട്ടുള്ളത്. കുട്ടികൾ പറഞ്ഞത് തീർച്ചയായും ശരണ്യ സൂചിപ്പിച്ചതുപോലെ അതേക്കുറിച്ച് എന്തായാലും പരിശോധിക്കണം. എങ്ങനെയാണ് വെടിയുണ്ട അവിടെ എത്തിയത്? ഈ കുട്ടിയുടെ ബാഗിൽ നിന്നാണ് അധ്യാപകരാണ് ഇത് കണ്ടെത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊരു ഗൗരവം ഒരുപക്ഷെ ഒരു 13-14 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല. അതുകൊണ്ടായിരിക്കാം ബാഗിൽ അത് സൂക്ഷിച്ചത്. പക്ഷേ പിന്നീട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ രക്ഷിതാവും മൊത്ത് ഈ വിദ്യാർത്ഥി 8ാം ക്ലാസ്സുകാരൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്? ഇത് അധ്യാപകർ ഈ വെടിയുണ്ട കണ്ടെത്തിയതോടെയാണ് ഇതിന്റെ വിഷയത്തിന്റെ ഒരു ഗൗരവത്തിലേക്ക് അവർ എത്തുന്നത്. കാരണം ഈ കുട്ടികളുടെ ബാഗുകൾ സാധാരണഗതിയിൽ സ്കൂളുകൾ അത്തരത്തിലുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ്, 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. സ്വാഭാവികമായും ഇടയ്ക്കിടയ്ക്ക് ബാഗൊക്കെ അധ്യാപകർ പരിശോധിക്കാറുണ്ട്. റാൻഡം ചെക്കിങ്ങിന്റെ ഭാഗമായി ഈ നിലവിലത്തെ ലഹരി പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ കുട്ടികളുടെ ബാഗുകൾ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. അങ്ങനെ അപ്രതീക്ഷിതമായി നടത്തിയ ഒരു പരിശോധനയിലാണ് ഈ കുട്ടിയുടെ ബാഗിൽ നിന്ന് ഈ 2 വെടിയുണ്ടകൾ ലഭ്യമായിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഒരു ഗൗരവത്തെ സംബന്ധിച്ച് അവർക്കും, അതായത് ഈ വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ രക്ഷകർത്താക്കളോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ എന്നാലും വിദ്യാർത്ഥിക്കൊന്നും അതിന്റെ ഗൗരവത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷേ ഇത് ഗൗരവകരമാണ് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതർക്കാണ് രക്ഷകർത്താവിനെ വിവരം അറിയിക്കുകയും രക്ഷകർത്താവുമായി ചേർന്നാണ് കുട്ടിയും രക്ഷകർത്താവും കൂടെ ചെന്നാണ് കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഇത് നൽകുകയും ചെയ്തിട്ടുള്ളത്. തുടർന്ന് പോലീസ് ഇതിനകത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റ് വിശദമായ വിവരങ്ങളില്ല. പക്ഷേ മിലിറ്ററി ഇന്റലിജൻസ് അടക്കം അത്തരത്തിലൊരു ഇത് എങ്ങനെ ഇതിവിടെ വന്നു എന്നുള്ളത്, ഏത് തോക്കിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ളതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ, ആ വെടിയുണ്ടയുടെ റിംഗ് ടൈപ്പിലുള്ള വെടിയുണ്ടകളാണ് ലഭ്യമായിട്ടുള്ളത്. അപ്പൊ അത്
അതിന്റെ പിന്നാമ്പുറത്ത് നമ്പറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് ഏത് തോക്കിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ ഉപയോഗിക്കുന്നതാണെന്ന് സംബന്ധിച്ച് വിദഗ്ധർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് കോടതിക്കൊരു റിപ്പോർട്ട് ലോക്കൽ പോലീസ് നൽകിയിട്ടുണ്ട്. ഇത് കിട്ടിയ പശ്ചാത്തലവും കാര്യങ്ങളും കാണിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ വിദഗ്ധമായ പരിശോധന ആവശ്യമുണ്ട്. കാരണം ഇത് എങ്ങനെ അവിടെ എത്തി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചോദ്യം നിലനിൽക്കുന്നു. ആ ചോദ്യത്തിലേക്ക് നിലവിൽ ഉത്തരം കണ്ടെത്താനായി പോലീസ് കഴിഞ്ഞിട്ടില്ല. അതാണ് ശരണി, അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. കാരണം കാർത്തികപ്പള്ളിയിൽ ഇത്തരമൊരു വെടിയുണ്ട എങ്ങനെയാണ് അവിടെ വന്നത്, വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ലഭിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ അന്വേഷണം നടത്തണം. എത്രത്തോളം ഗൗരവത്തോടെയാണ് പോലീസ് ഈ വിഷയത്തെ കാണുന്നത്? പോലീസ് ഇത് ഇന്റലിജൻസ് വിഭാഗത്തെയൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ അതൊരു വളരെ ഗൗരവത്തോടു കൂടി തന്നെ അവർ ഇതിനെ നോക്കി കാണുന്നുണ്ട്. കാരണം എങ്ങനെയാണ് ഈ ഇത്തരത്തിൽ 2 വെടിയുണ്ടകളുണ്ട്, 2ന്റെയും ചിത്രങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോ ഇത് ആ രീതി, പക്ഷേ നമ്മൾക്കത് അങ്ങനെ പറയുമ്പോൾ പോലും ഇതിൽ വളരെ ഗൗരവമുണ്ട്. കാരണം എങ്ങനെയാണ് ഈ വെടിയുണ്ടകൾ അവിടെ വന്നത്, അല്ലെങ്കിൽ അത് ആരുപയോഗിച്ചു, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളൊക്കെ ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. കൈത്തോക്കിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വെടിയുണ്ടകളാണെന്നാണ് പ്രാഥമികമായി പറയുന്നത്. അപ്പോ അത് സംബന്ധിച്ച് പോലീസ് വിവരം തേടുന്നുണ്ടെങ്കിൽ പോലും അത് അറിയിക്കേണ്ട മറ്റ് ഇന്റലിജൻസ് വിഭാഗങ്ങളെ കൂടി പോലീസ് ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പങ്കാളിക്കൊപ്പം ചേർന്ന് മകനെ ക്രൂരമായി ആക്രമിച്ചുവെന്ന കേസിൽ വിശദീകരണവുമായി യൂട്യൂബ് ചാനൽ അവതാരക അനുപമ. 12 വയസ്സുകാരനായ മകനെ ഉപദ്രവിക്കേണ്ട കാര്യം തനിക്കില്ലെന്നും മുൻ ഭർത്താവിൻ്റെ കള്ളക്കഥയാണെന്നുമാണ് യുവതിയുടെ വിശദീകരണം. വന്ന് കിടന്നുറങ്ങട എന്ന് പറഞ്ഞ് കൈ ഓങ്ങിയപ്പോൾ ഉണ്ടായ പോറലിൽ കലാമിൻ ലോഷൻ തേച്ച് മുൻ ഭർത്താവ് മെനഞ്ഞ കഥയാണ് പുറത്തോടുന്നതെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. നവംബർ 12-നാണ് മകനെ മർദ്ദിച്ചെന്ന പരാതിയിൽ സിവിൽ സപ്ലൈസ് ജീവനക്കാരിയായിരുന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അമ്മ ആൺസുഹൃത്തിനൊപ്പം കഴിയുന്നതിനെ എതിർത്തതോടെ 7ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചെന്നായിരുന്നു കേസ്. അമ്മയുടെ ആൺസുഹൃത്ത് കഴുത്തിന് കുത്തിപ്പിടിച്ച് ഉയർത്തിയ ശേഷം തന്നെ മർദ്ദിച്ചെന്നാണ് 7ാം ക്ലാസ്സുകാരൻ്റെ മൊഴി. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, സംഭവം നമ്മൾ നേരത്തെ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. കാരണം സ്വന്തം അമ്മയും ആൺസുഹൃത്തും തമ്മിലുള്ള ബന്ധത്തെ എതിർത്തതിന് 7ാം ക്ലാസ്സുകാരനായ മകനെ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചെന്നായിരുന്നു പുറത്തു വന്ന വാർത്ത. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവത്തിൽ വിശദീകരണവുമായി യൂട്യൂബറായിട്ടുള്ള യുവതി രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? ടോം, ഈ അമ്മയുടെ വിശദീകരണം അത് മറ്റൊരു തരത്തിലാണ്. മകന് ചില മാനസിക പ്രശ്നമുണ്ട്. അതായത് ടീനേജ് പ്രായമായിട്ടുള്ള 12 വയസ്സുകാരനുള്ള മകനാണ്. മകന് ഇത്തരത്തിൽ പഠിക്കാൻ അല്പം മോശമാണ്, ഫോൺ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഐഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതിന് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അശ്ലീല സൈറ്റുകളിൽ കയറുകയും അശ്ലീല ആളുകളെ ഫോളോ ചെയ്യുക, അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇത്തരത്തിൽ അശ്ലീലമായിട്ട് വീഡിയോ ചെയ്യുന്നവരെ ഫോളോ ചെയ്യുന്ന സ്വഭാവമൊക്കെ മകനുണ്ടായിരുന്നു. അത് പലപ്പോഴായി ഈ അമ്മ വിലക്കുകയും ചെയ്തു. ഈ അമ്മയുടെ ആൺസുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തി ആ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അത് ഈ യുവതി പറയുന്നത് പ്രകാരം അത് തൻ്റെ ആൺസുഹൃത്തല്ല, തന്നെ അനിയനെ പോലെ കരുതുന്ന, തന്നെ വിഷമഘട്ടത്തിലൊക്കെ സഹായിച്ച ഒരു ആളാണ്, ഒരു ആൺസുഹൃത്താണ്. തൻ്റെ അനിയനെ പോലെയാണ് ആ വീട്ടിലുള്ളപ്പോൾ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം തന്നെയാണ് ഈ സഹോദരനെ പോലെ കരുതുന്ന ഈ യുവാവും അവിടെ ഉള്ളത്. തങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലെ കല്യാണത്തിനൊക്കെ ഈ യുവാവും വന്നിട്ടുമുണ്ട്. അങ്ങനെ അത്രയും കുടുംബവുമായും അത്രയും അടുപ്പമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. മറിച്ച് മാധ്യമങ്ങളിൽ വന്നതുപോലെ അമ്മയുടെ ആൺ സുഹൃത്തോ അല്ലെങ്കിൽ കാമുകരോ ഒന്നുമല്ല അയാളെന്ന് കൂടി ഈ യുവതി പറഞ്ഞു വെക്കുന്നുണ്ട്. തനിക്ക് മുൻപും ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. പക്ഷേ മകന്റെ ഈ പ്രശ്നങ്ങൾ കാരണം ഒരു ദിവസം ചികിത്സയ്ക്കായി കൊണ്ടുപോയി, കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞത് മകന് അമ്മയോട് ഒബ്സഷനാണ്, അതായത് അമ്മയോട് അമിതമായിട്ടുള്ള സ്നേഹമാണ്. അമ്മയെ മറ്റാരെങ്കിലും, ഇപ്പോൾ അമ്മയുടെ ആൺ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിക്കോട്ടെ, ആരെങ്കിലും അമിതമായി അമ്മയോട് സ്നേഹം കാണിക്കുന്നതോ അമ്മ അവരുമായിട്ട് ഇടപെടുന്നതോ ഒന്നും തന്നെ മകൻ ഇഷ്ടമല്ല എന്ന്
ഈ ഡോക്ടർ പറയുകയും ചെയ്തിരുന്നു. ഇത് കൃത്യമായി തന്നെ ഈ കുട്ടിയുടെ അച്ഛനെ, അതായത് ഈ യുവതി ഭർത്താവുമായി വേർപിരിഞ്ഞ് കഴിയുകയാണ്. ആ ഭർത്താവ് വേറെ കല്യാണവും കഴിച്ച്, പക്ഷെ കോടതിയിൽ വെച്ച് മകനെ വേണ്ട എന്നാണ് ഭർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പിന്നെ മകനെ അച്ഛൻ്റെ അടുത്തേക്ക് അയക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇക്കാര്യം മകന്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് അച്ഛനോട് പറയുമായിരുന്നു. അതിന്റെ വാട്സപ്പ് ചാറ്റും ഈ യുവതി ഫേസ്ബുക്കിലൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. ഈ മകന് ഇത്തരം പ്രശ്നമുണ്ട്, തന്നോടൊപ്പം കിടക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. 12-ാം വയസ്സുകാരൻ ഇപ്പോഴും അമ്മയോട് കിടക്കുന്നത് മോശമല്ലേ എന്ന തരത്തിൽ ഈ കുട്ടി അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളിലെ ക്ലാസ്സിലെ ടീച്ചർമാരും സഹപാഠികളും ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ഉൾപ്പെടെ കുട്ടിയുടെ മോശം സ്വഭാവത്തെക്കുറിച്ച്, കുട്ടി പഠിക്കാത്തതിനെ കുറിച്ച്, അമിതമായിട്ടുള്ള കുസൃതിയെ കുറിച്ചൊക്കെ പലതവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും മകനെ വിലക്കുവാനോ ഒന്നും തന്നെ താൻ തയ്യാറായില്ല. അത് മകനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. പക്ഷേ മകൻ ഇത്രയും ഒരു കള്ളം പറഞ്ഞ്, അതായത് ഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ ഒരു ദേഷ്യം മകൻ ഈ അമ്മയോടുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന ദിവസം മകനെ തല്ലിയില്ല, പകരം മകനെ അടിക്കാനായി കൈ ഓങ്ങി. അതായത് വന്ന് കിടക്കട എന്ന് പറഞ്ഞ് ഒരു തർക്കമുണ്ടായി. അതിനൊടുവിൽ മകനോട് ദേഷ്യപ്പെട്ട് വന്ന് കിടക്കട എന്ന് പറഞ്ഞു. ആ സമയത്ത് കൈ ഓങ്ങിയതാണ്. ഈ കൈയിലെ നഖം കൊണ്ട് മകന്റെ നെഞ്ചിൽ മുറിവേൽക്കുകയും ചെയ്തു. അതാണ് പിന്നീട് ഈ ആദ്യ ഭർത്താവ്, ഈ യുവതിയുടെ ആദ്യ ഭർത്താവും ഈ കുട്ടിയുടെ അച്ഛനുമായിട്ടുള്ള ഇയാൾ വ്യാജ പരാതി പോലീസിന് നൽകുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഈ യുവതി കുറിപ്പ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അച്ഛൻ കൊണ്ടുപോയി നോക്കട്ടെ. കുഞ്ഞിന്റെ മുറിവുകൾ കണ്ടാൽ അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? കാരണം ഒന്ന് കൈ ഓങ്ങിയപ്പോൾ, വന്ന് കിടക്കട എന്ന് പറഞ്ഞ് കൈ ഓങ്ങിയപ്പോൾ വിരലുകൾ കൊണ്ടു എന്ന് പറയുന്നു. പക്ഷെ അത് ഒരു മാന്തി പറിച്ച ലക്ഷണമാണ്. ആ കുട്ടിയും പറഞ്ഞ കാര്യം ഇതായിരുന്നു. പല രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ അമ്മ, യുവതി. അതായത് മകൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട്, ചെറിയ കുട്ടികളാണ്, കൗമാരക്കാരാണ്, പ്രത്യേകിച്ച് ഇത്തരം ദുരനുഭവങ്ങൾ വീട്ടിൽ നേരിടുന്നൊരു കുട്ടിയാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതേ തുടർന്നുള്ള ഈ രീതിയിലുള്ള പല രീതിയിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നു വന്നൊരു ബാല്യം. സ്വാഭാവികമായും ഇത്തരം കുട്ടികൾക്കിടയിൽ ഈ സ്വഭാവ വൈകല്യങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതിൻ്റെ കാരണക്കാരാരാന്ന് കൂടി പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഈ അമ്മയുടെ വാദങ്ങൾ എത്രത്തോളം അംഗീകരിക്കാൻ കഴിയും, വിശ്വസിക്കാൻ കഴിയുന്നു? എന്തായാലും കുട്ടിയുടെ അമ്മ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് അറിയില്ല. കാരണം അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയുള്ള കാര്യങ്ങളാണ് ഇതെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത് ഒരു കാര്യം കൂടിയുണ്ട്. അച്ഛൻ എന്തായാലും കുട്ടിയെ നോക്കട്ടെ, അച്ഛൻ വേറെ കല്യാണം കഴിച്ചതാണ്, അവർക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഈ മകൻ 12 വയസ്സുകാരൻ ഉപദ്രവിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ ആ അച്ഛൻ എന്താണ് അമ്മ അനുഭവിച്ചതെന്ന് അച്ഛനും കൂടി കുറച്ചു നാൾ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അമ്മ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി അവർ പറയുന്നുണ്ട്. ഡിവോഴ്സ് ആയതിനു ശേഷവും മകനെ അച്ഛന് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അതിന് പിന്നീട് തുടർ കേസ് കൊടുക്കുവാനോ അല്ലെങ്കിൽ ഒരു പാരിതോഷികം തരാനോ ഒന്നും താൻ ആവശ്യപ്പെട്ടിരുന്നില്ല. പകരം മകനെ സ്വന്തമായി നോക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത്. തനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ഈ കേസോടുകൂടി ജോലി നഷ്ടപ്പെട്ടു. മകനെ ഓഫീസിടങ്ങളിൽ പോകുമായിരുന്നു. അവന്റെ ഈ ചില സ്വഭാവത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം ഒറ്റയ്ക്ക് നിർത്തി പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അതോടൊപ്പം ഒരു കാര്യം യുവതി പറയുന്നുണ്ട്. ഇതിനു മുൻപും ഈ കുട്ടി വീട്ടിൽ ചില മോശം സ്വഭാവം കാണിക്കുകയും, അതായത് ഒരുപാട് വീട്ടിലെ സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുകയും വീട്ടുകാരെ ഉപദ്രവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് അന്ന് പോലീസിനെ വിളിച്ചറിയിക്കുകയും പോലീസ് വന്ന കുട്ടിയെ സമാധാനപ്പെടുത്തി പോവുകയും ചെയ്തിരുന്നു എന്നുകൂടി യുവതി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും പോലീസ് ഇതറിയാമായിരിക്കും, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമല്ലോ എന്നുകൂടി യുവതി പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടിയുടെ ചില വാശികളാണ് ഇത്രയും വലിയ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ വാശി പിടിച്ച കുട്ടിയോട് അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് അവൻ ഇത്തരത്തിലുള്ള കഥകൾ മെനയുകയും അതിനെ കൂട്ടായി അവന്റെ അച്ഛൻ തനിക്കെതിരെ മോശമായിട്ടുള്ള രീതി. കുഞ്ഞിന് ഈ രീതിയിലുള്ളൊരു സ്വഭാവ പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരാരാണ്? ഒരുപക്ഷെ മാതാപിതാക്കൾ തന്നെയാകും. ചെറിയ കുട്ടികളാണ്, കുസൃതികൾ കാണിക്കും, അതിന്റെ പേരിൽ പോലീസിനെ വിളിച്ചു വരുത്തുന്നു. ആ കുട്ടിയുടെ സ്വഭാവത്തിന് പ്രശ്നമുണ്ടെന്ന് പരസ്യമായി പറയുന്നു. എത്രത്തോളം മാനസിക ബുദ്ധിമുട്ട്, ശാരീരികമായ ഉപദ്രവങ്ങളൊക്കെ ആ കുഞ്ഞിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. കാരണം അതേ രീതിയിലുള്ളൊരു പരാമർശങ്ങൾ തന്നെയാണ് ഈ യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുമുള്ളത്.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നാളെയും വിശദമായ വാദം കോടതി കേൾക്കുമെന്നാണ് അറിയുന്നത്. ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, നാളെ ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയുന്നുണ്ട്. വീണ്ടും വാദം വിശദമായി തന്നെ ഒരു വാദം ഉണ്ടാകുമല്ലേ? കാരണം ഇന്ന് 1.25 മണിക്കൂറോളം അടച്ചിട്ട മുറിയിൽ പ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു. അതായത് പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകൾ അക്കമിട്ട് നിർത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ പകവീട്ടിലാണ് എന്ന രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നു. എന്താണ് നാളെ എപ്പോഴായിരിക്കും വിധി പറയുക? ഏതാണ്ട് 2 മണിക്കൂറിനോട് അടുത്ത് നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ്, പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ വിധി പറയാനായി കോടതി നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. എപ്പോഴാകും വിധി പറയുക എന്ന കാര്യത്തിൽ കൃത്യമായിട്ട് സമയം അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ രാവിലെ 11 മണിക്ക് തന്നെ ആയിരിക്കാം. കാരണം സ്വാഭാവികമായി ഇത്തരം കേസുകളിൽ വിധി പറയാനായി മാറ്റുമ്പോൾ പരിഗണിക്കുന്നത് രാവിലെ ആദ്യം തന്നെ പരിഗണിക്കുന്ന കേസുകളുടെ കൂട്ടത്തിൽ ഇതും പരിഗണിക്കപ്പെടാനാണ് സാധ്യത. എന്തായാലും അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് നോട്ട് ടു അറസ്റ്റ് എന്ന കാര്യം പരിഗണിക്കണം വിധി പറയുന്നത് വരെ എന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ല എന്ന് പ്രോസിക്യൂഷൻ പറയുകയും അതിൽ തുടർ പ്രതികരണങ്ങളൊന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അന്വേഷണ സംഘം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഇന്ന് തന്നെ കടന്നാൽ, അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും വലിയ വാദമാണ് നടന്നത്. 2 വിഭാഗങ്ങളും കൃത്യമായി തന്നെ ഡിജിറ്റൽ തെളിവുകളും വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും പെൺഡ്രൈവിൽ സേവ് ചെയ്തിരുന്ന കൈമാറിയിരുന്ന ദൃശ്യങ്ങൾ അടക്കമാണ് കൈമാറിയത്. അത് അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ ജഡ്ജി പ്ലേ ചെയ്ത് കണ്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കൺസെന്റോടെ നടന്ന ഒരു റിലേഷനാണ് ഇത്. അതിനെ പിന്നീട് രാഷ്ട്രീയമായി പരാതിക്കാരി ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെന്നാണ് പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദം. എന്നാൽ അതിനെ ഖണ്ഡിക്കുന്ന തരത്തിൽ ശക്തമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. പ്രധാനപ്പെട്ടതായി ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷം യുവതിക്ക് നേരിടേണ്ടി വന്ന ശാരീരികമായ വളരെ ബുദ്ധിമുട്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്ന 2 ഡോക്ടർമാരുടെ മൊഴി, അതോടൊപ്പം ശരീരത്തിൽ യുവതിക്ക് മുറിവേറ്റുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ചില ചിത്രങ്ങൾ, അതോടൊപ്പം ഇതിന്റെ ആശുപത്രി രേഖകൾ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ പ്രധാനമായി കോടതിയിൽ സമർപ്പിച്ചത്. അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായാൽ പ്രതി സമൂഹത്തിൽ ഉന്നതരുമായി ബന്ധമുള്ള പശ്ചാത്തലത്തിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കാനാവില്ല എന്ന ആവശ്യം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. എന്തായാലും ഇരുഭാഗങ്ങളും ശക്തമായി തന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദിച്ചു. അതിനൊടുവിലാണ് വിധി പറയാനായി കേസ് നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോടതി പക്ഷേ വിധി പറഞ്ഞാൽ, ജാമ്യാപേക്ഷ തള്ളിയാൽ കൽപ്പറ്റയിലെ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങിയേക്കുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നാളത്തേക്ക് വിധി പറയാൻ മാറ്റിയതുകൊണ്ട് അത്തരമൊരു സാധ്യത ഉണ്ടായില്ലായിരിക്കാം അല്ലേ? മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോലീസ് കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കർണാടകയും തമിഴ്നാട്ടിലും അടക്കം അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റേതെങ്കിലും ഈ ജാമ്യാപേക്ഷ കോടതി നിലനിൽക്കുന്നതിനാൽ നാളെ വിധി പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ അറസ്റ്റിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഡാൻ? ഞാനത് തന്നെയാണ് സൂചിപ്പിച്ചത്. അറസ്റ്റ് തടയണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം, വിധി പറയുന്നത് വരെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ അറസ്റ്റിലേക്ക് കടന്നാലും അത്ഭുതപ്പെടാനില്ല. മൈസൂരുവിലോ ബംഗളൂരുവിലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ അവസാനത്തെ നിഗമനം. അങ്ങനെയാണ് 2 സംഘങ്ങളായി തിരിഞ്ഞ ഈ 2 നഗരങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ചത്. അതിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് മൈസൂരുവിൽ രാഹുൽ ഒളിവിൽ കഴിയുകയാണ് എന്ന സൂചനകൾ ബലപ്പെടുത്തുന്ന ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വഴിയിലേക്ക് തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് അറസ്റ്റ് വിധി പറയുന്നത് വരെ പാടില്ല എന്ന പരാമർശങ്ങൾ ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇനി അതൊരു കോടതി അലക്ഷ്യമായി വ്യാഖ്യാനിക്കപ്പെടില്ല എന്ന് അന്വേഷണ സംഘത്തിന് ഉറപ്പ് ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇച്ചിരിയുടെ തിടുക്കത്തിൽ കാര്യങ്ങൾ മാറിയേക്കാം. അങ്ങനെയെങ്കിൽ രാഹുലിനെ പിടികൂടാനുള്ള ഒരു പരിശോധന വ്യാപകമാക്കുമെന്ന് തന്നെയാണ് സൂചന. എന്തായാലും രാഹുലിനോടൊപ്പം ഈ കേസിൽ കൂട്ടുപ്രതിയായ ജോബി ജോസഫിന് വേണ്ടിയുള്ള തെരച്ചിലും തുടരുകയാണ്. ജോബ് രാഹുലിനൊപ്പം ഉണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങളുണ്ട്. ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. എന്തായാലും ഈ മുൻകൂർ ജാമ്യം
തള്ളാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കീഴടങ്ങാനുള്ള ഒരു നീക്കം നടത്തിയത് എന്ന സൂചനകളാണ് പുറത്തു വന്നത്. പക്ഷേ വിധി പറയാനായി മാറ്റിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനിയുള്ള രാഹുലിന്റെ നീക്കങ്ങളും നിർണായകമാകും. കാരണം നിയമപരമായി പോലീസ് എവിടെ നിന്നെങ്കിലും രാഹുലിനെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കോടതിയിൽ ഹാജരാക്കി പിന്നീട് റിമാൻഡിലേക്ക് പോവുകയായിരിക്കും സംഭവിക്കുക. അത് തടയാനുള്ള ഒരു നീക്കമാണ് രാഹുൽ നടത്തിയത്. അതുകൊണ്ടാണ് ഏത് വിധേനയും ജാമ്യം ലഭിക്കണം എന്ന ഒരു വാശിയിൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങളുമായി രാഹുൽ മുമ്പോട്ട് പോയത്. എന്തായാലും കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ ശക്തമായ വാദമുഖങ്ങളാണ് കോടതി മുമ്പാകെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള ഗൂഢാലോചനയെ തുടർന്നാണ് ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തന്നെ വാർത്തകളിൽ വന്നിട്ടും അപ്പോഴൊന്നും പരാതി പറയാതിരുന്ന യുവതി ഈ പരാതി പറയാനായി ഈ സമയം തെരഞ്ഞെടുത്തതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന തരത്തിലുള്ള ശക്തമായ വാദമുഖങ്ങളാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. പക്ഷേ അത് ഖണ്ഡിക്കുന്ന തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കോടതിക്കത് കണക്കിലെടുക്കാതെ മുഖവിലക്കെടുക്കാതെ ഇതിൽ വിധി പറയാനാവില്ല. ആ പശ്ചാത്തലത്തിലാണ് ഈ വാദങ്ങളും ഒപ്പം കൈമാറിയ തെളിവുകളും വിശദമായി പരിശോധിച്ചതിന് ശേഷം വിധി പറഞ്ഞാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എത്തിയിരിക്കുന്നത്. നാളെ അങ്ങനെയാണെങ്കിൽ ഈ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ കോടതി വിധി പറയും. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് 1 മാസം സമയം നീട്ടി നൽകി ഹൈക്കോടതി. ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. അതേസമയം സ്വർണ്ണ കവർച്ചയിൽ FIR ഉൾപ്പെടെയുള്ള രേഖകൾ വേണമെന്ന ED ആവശ്യത്തിൽ വിചാരണ കോടതിക്ക് തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ആജ്ഞ, ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണമുള്ളൊരു കേസ് അന്വേഷണം, അതുകൊണ്ട് തന്നെയാണ് 2 രാഷ്ട്രീയ ഉന്നതരടക്കം ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ കുടുങ്ങുന്ന സാഹചര്യം പോലും ഉണ്ടായത്. നേരത്തെ 6 ആഴ്ചത്തെ സാവകാശമായിരുന്നു, സമയപരിധിയായിരുന്നു ഹൈക്കോടതി ഈ കേസിൽ അന്വേഷണ സംഘത്തിന് കൈമാറിയത്. 1 മാസം കൂടി നീട്ടി നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം, കൂടുതൽ പേരിലേക്ക് അന്വേഷണം, ഗൂഢാലോചന, ഇക്കാര്യങ്ങളൊന്നും ഇതുവരെയും വ്യക്തമായിട്ടില്ല. കൂടുതൽ ഉന്നതർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണം. എന്താണ് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയ കാര്യം? ടോം, അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ ഇന്ന് ഹാജരാക്കിയിരുന്നു SIT. ഈ സാഹചര്യത്തിലാണ് 1 മാസം കൂടി അന്വേഷണത്തിനായി അനുവദിച്ചു നൽകുന്ന ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെ തന്നെ ഇത് 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. പക്ഷേ 6 ആഴ്ചയ്ക്കുള്ളിൽ ഇത് പൂർത്തീകരിക്കാനാകില്ല എന്ന് നേരത്തെ തന്നെ SIT കോടതിയെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. SP S ശശിധരനാണ് ഇന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ടുമായി ഹൈക്കോടതിയിൽ ഹാജരായത്. എന്തായാലും 1 മാസത്തേക്ക് കൂടി, അതായത് ജനുവരി 3-ാം തീയതി വരെ അന്വേഷണം നടത്താമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഈ ടോം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ഉന്നതരുൾപ്പെടെ 15ഓളം ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇതിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ 6 അറസ്റ്റാണ്, ഇതിനുള്ളിൽ 6 പേരാണ് ഇതിനകം റിമാൻഡിലായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതും വളരെ ഈ രാഷ്ട്രീയ വൃത്തങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ, ഉന്നതരുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൽ മാത്രമല്ല ഉന്നതരെ ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയില്ല, നിലവിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് SIT കോടതി അറിയിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് 1 മാസം കൂടി SITക്ക് അന്വേഷണ സംഘത്തിന് 1 മാസത്തെ കാലാവധി കൂടി കോടതി അനുവദിച്ചു തരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെയും ജസ്റ്റിസ് KV ജയകുമാറിന്റെയും ഡിവിഷൻ ബെഞ്ചാണ് ഇതിൽ വിഷയത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ഇപ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഗ്രഹ കടത്തുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യമുണ്ടോ, അത്തരം അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുമായി സാമ്യമുള്ളതുപോലെയുള്ള സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടിരുന്നു. അതിന്റെ ഭാഗമായുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും SIT ഇതുവരെയുള്ള, അതായത് ഏറ്റവും അവസാനം പത്മകുമാറിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരെയാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ ഈ 6 പേരെ അറസ്റ്റ് ചെയ്തതും അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അവരുമായി
ബന്ധപ്പെട്ടുള്ള അന്വേഷണ പുരോഗതി ഏത് തരത്തിലാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല മുൻ ദേവസ്വം മന്ത്രിക്ക് ഇതിൽ എന്താണ് പങ്കുള്ളത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ഇപ്പോഴും മുൻ ദേവസ്വം മന്ത്രി ചോദ്യചിഹ്നത്തിന് മുന്നിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ക്ലാരിഫൈ ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്. ഉന്നതരെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്. ഉന്നതരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വിപുലീകരിക്കേണ്ട സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് SIT കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട്, പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്തിയത്. ആ സാഹചര്യത്തിലാണ് ഒരു മാസം കൂടി, അതായത് ജനുവരി 3-ാം തീയതി വരെ അന്വേഷണം നീട്ടാമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നതും അനുവദിച്ചിരിക്കുന്നതും ആ ഒരു സാഹചര്യത്തിലാണ്. ഇത് മാത്രമല്ല ടോം, ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, EDക്ക് ഈ അന്വേഷണത്തിൽ ഇടപെടാമെന്നൊരു നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് നേരത്തെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ED ഇതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നതിനായി ED ഇതിന്റെ FIR ആവശ്യപ്പെട്ട് റാന്നി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ FIR റാന്നി മജിസ്ട്രേറ്റ് കോടതി ആ ഹർജി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അത് പുനഃപരിശോധിക്കണമെന്നും FIR ഉൾപ്പെടെയുള്ള അനുബന്ധ രേഖകൾ EDക്ക് നൽകാമെന്നുമാണ് കോടതിയുടെ ഉത്തരവ്. ഇതുമായി ബന്ധപ്പെട്ട കൊല്ലം വിജിലൻസ് കോടതിയിൽ ED ഒരു അപേക്ഷ നൽകാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ED ECIR രജിസ്റ്റർ ചെയ്ത ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ EDയുടെ സാഹചര്യം അനുസരിച്ച് ഈ കേസിലെ FIR രജിസ്റ്റർ ചെയ്ത ശേഷം ആ FIRന് മുകളിലാണ് ECIR രജിസ്റ്റർ ചെയ്യേണ്ടത്. ആ FIRും അതിന്റെ അനുബന്ധ രേഖകളും കിട്ടാത്ത സാഹചര്യത്തിൽ EDക്ക് ഇതിൽ ഇടപെടാൻ കഴിയുന്നില്ല. പക്ഷേ ഹൈക്കോടതി വളരെ കൃത്യമായി EDയോട് ഇതിൽ അന്വേഷണത്തിൽ EDയുടെ അന്വേഷണം തടഞ്ഞിട്ടില്ല എന്നൊരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ EDയുടെ അന്വേഷണം കൂടി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. നിലവിൽ 6 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതി റിപ്പോർട്ടാണ് കോടതിയിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് കോടതി ഇനി എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ SITക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുവരെയും നാളിതുവരെ, ഇത് 6 ആഴ്ച എന്ന് പറയുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാസം കൂടി നീട്ടി നൽകുമ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങൾ, അടിയന്തരമായി ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങൾ വേണം, ഏതൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി അന്വേഷണ സംഘ അംഗത്തിന് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് SP S ശശിധരനാണ് ഇന്ന് കോടതിയിൽ ഹാജരായിരിക്കുന്ന സാഹചര്യമുണ്ടായ. നിലവിൽ പ്രധാനമായും 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു മാസം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഒരു മാസം കൂടി നീട്ടി നൽകിയിരിക്കുന്ന സാഹചര്യം, അന്വേഷണം വിപുലപ്പെടുത്താനുള്ള സാഹചര്യം. മറ്റൊന്ന്, ED കൂടി ഇതിൽ ഇടപെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്ന് കോടതി കഴിഞ്ഞ ശേഷം ഉരുത്തിരിഞ്ഞു വരുന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നത് അങ്ങനെയാണ് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മയെ മകൻ കൊലപ്പെടുത്തി. 3 മാസത്തെ ക്രൂരമർദ്ദനത്തിന് പിന്നാലെയാണ് മരണം. ശരീരമാസകലം മർദ്ദിച്ചതിന്റെ പാടുകൾ. അമ്മയുടെ പേരിലുള്ള 1.5 ഏക്കർ ഭൂമി സ്വന്തമാക്കാനായിരുന്നു കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ്. മകൻ ബിനുവിനെ നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമി, ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എപ്പോഴാണ് ഈ സംഭവം? എന്താണ് പോലീസ് നൽകുന്ന വിവരം? 30-ാം തീയതിയായിരുന്നു അനിതയെ വീട്ടിൽ കുഴഞ്ഞു വീണ നിലയിൽ കാണുകയും പിന്നീട് ആലുവ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. പക്ഷെ പോസ്റ്റ്മോർട്ടത്തിൽ സംശയം തോന്നിയ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടത്തിൽ സംശയം തോന്നിയ പോലീസ് ഇത് തുടർന്ന് മകനെയും മരുമകളെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മകനാണ് അമ്മയെ മർദ്ദിച്ച് കൊന്നതെന്ന് മനസ്സിലായത്. 3 ആൺമക്കളുള്ള അനിതയെ ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ചതാണ്. തുടർന്ന് ഇടുക്കിയിലെ ഒരു മേഴ്സി ഹോമിലായിരുന്നു 22 വർഷമായി ഈ അനിത താമസിച്ചു പോന്നിരുന്നത്. ഇവർക്ക് സ്വത്തുക്കളുണ്ട്. ഈ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഈ അമ്മ താമസിക്കുന്നിടത്തെ ആളുകൾ ശ്രമിക്കുന്നു എന്ന് കള്ള പരാതി നൽകി മകൻ അവിടെ നിന്നും അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഇവിടെ വെച്ചാണ് 3 മാസം മുൻപാണ് വീട്ടിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് മകൻ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. ഈ മർദ്ദനത്തെ തുടർന്നാണ് ഈ അമ്മ അനിത മരിച്ചതെന്നാണ്
പോലീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിലും അത് തന്നെയാണ് പോലീസിന് മനസ്സിലായത്. എന്തായാലും ശരീരത്തിലെ മുറിവുകൾ ആഴത്തിലുള്ളതാണ്. ക്രൂരമായിട്ടുള്ള മർദ്ദനം തന്നെയാണ് അനിതയ്ക്ക് ഏൽക്കേണ്ടി വന്നത് എന്നുകൂടിയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിനെ തുടർന്ന് മകൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അമ്മയെ കൊലപ്പെടുത്തിയതാണെന്ന്, മർദ്ദിച്ച് കൊലപ്പെടുത്തിയാണെന്ന് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് കൂടി മകൻ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മരുമകൾക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം നെടുമ്പാശ്ശേരിയിലാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മയെ മകൻ കൊലപ്പെടുത്തിയത്. 3 മാസത്തെ ക്രൂരമർദ്ദനത്തിന് പിന്നാലെയാണ് മരണം. ശരീരമാസകലം മർദ്ദിച്ചതിൻ്റെ പാടുകളുണ്ട്. അമ്മയുടെ പേരിലുള്ള ഭൂമി സ്വന്തമാക്കാനായിരുന്നു കൊലപാതകമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഏകദേശം 20 വർഷത്തിലധികമായി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന അമ്മയെ വീട്ടിലേക്ക് എത്തിച്ചായിരുന്നു മർദ്ദനം. മകൻ്റെ ഭാര്യയുടെ പങ്കിനെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.